Good morning, dear Kunyapos. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിനെ പറ്റിയിട്ടായിരുന്നു. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിന് കോമ്പാക്റ്റ് എപ്പോഴാണ് ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആവുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ ഓപ്പറേറ്ററിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായിരിക്കും? ലീനിയർ ഓപ്പറേറ്റർ. അപ്പം എന്താണ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ. അതായത് അല്ലേ, രണ്ട് വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലേ, മാപ്പ് ചെയ്യുന്നതും വെക്ടറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ മാപ്പും ഓരോരോ വെക്ടറുകളുടെ മാപ്പ് ചെയ്ത സംഭവത്തിൻ്റെ അല്ലേ ആഡ് ചെയ്തതും തുല്യമാണ് എന്നുള്ളതാണ് ലീനിയർ മാപ്പിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. അതുപോലെ തന്നെ ഒരു സ്കേലാർ കൊണ്ട് അല്ലേ, ഇപ്പം എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാപ്പ് എങ്കിൽ എ ഓഫ് എക്സ് പ്ലസ് ലാംഡ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് പ്ലസ് എ ഓഫ് ലാംഡ വൈ. ലാംഡ ടേക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ എ ഓഫ് വൈ എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലീനിയർ ഓപ്പറേറ്ററിനെ എപ്പോഴാണ് കോമ്പാക്റ്റ് എന്ന് പറയുന്നത്, എപ്പോഴാണെന്നുള്ളതാണ് പറയുന്നത്. ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്, എ എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രം എ ലീനിയർ സ്പേസ് ടു അനദർ ലീനിയർ സ്പേസ് വൈ, എക്സ് ടു വൈയിലേക്കുള്ള മാപ്പിനെ നമ്മൾ കോമ്പാക്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവ്രി ബൗണ്ടഡ് സീക്വൻസ് ഇൻ സ്പേസ് എക്സ്. പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അത് ഏതിൽ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആളുണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും എന്നാ പറയുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടൊരു മാപ്പ് ചെയ്യുന്ന ഒരു സീക്വൻസ്, അതായത് എ എക്സ് എൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന്, അതായത് ഇയാൾ എവിടെ ഉള്ള ആളാണ്? ഈ കുഞ്ഞാപ്പ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? വൈയിലാണ് ഉണ്ടാവുക അല്ലേ. ഈ കുഞ്ഞാപ്പ് എവിടെ ഉണ്ടാകുക? സ്പേസ് വൈയിലാണ് ഉണ്ടാവുക അല്ലേ, ക്യാപിറ്റൽ വൈ. സ്പേസ് വൈയിലുള്ള ആളാണ് ആര്? എ എക്സ് എൻ എന്ന് പറയുന്നത്. ആ സീക്വൻസിന്, ഈ വൈയിലുള്ള എ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന് ഒരു കോച്ചി സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എ എക്സ് എൻ ഇൻ വൈ സച്ച് ദാറ്റ് ഇറ്റ് ഹാസ് എ കോച്ചി സബ് സീക്വൻസ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ്, എ ഈസ് കോമ്പാക്റ്റ് എന്ന് പറയാം. എ ഓഫ് എക്സ് എൻ കേട്ടോ, എ ഓഫ് എക്സ് എൻ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇതിനാണ് എന്ത് വേണ്ടത്? കോച്ചി സബ് സീക്വൻസ് ഉണ്ടാവേണ്ടത്. കോച്ചി സബ് സീക്വൻസ് ഉണ്ടാവേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ലീനിയർ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ബൗണ്ടഡ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തിലേ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഹാസ് എ കോച്ചി സബ് സീക്വൻസ്. എല്ലാ കോച്ചി സബ് സീക്വൻസ് എന്താണ്? ബൗണ്ടഡ് ആണ്. അല്ലെങ്കിൽ കോച്ചി സീക്വൻസ് എല്ലാം ബൗണ്ടഡ് ആണ്. അപ്പം ബൗണ്ടഡ് ആയിരിക്കും. ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ വേറൊരു പ്രത്യേകത ഉണ്ട്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ബൗണ്ടഡ് ദി ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഓഫ് എക്സ് മസ്റ്റ് ബി ബൗണ്ടഡ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്. ഓക്കെ, ഈ നോട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ബൗണ്ടഡ് ആയിരിക്കും. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഓഫ് എക്സ് മസ്റ്റ് ബി ബൗണ്ടഡ് സെറ്റ് ഇൻ വൈ. അതായത് എസ് എന്ന് പറയുന്ന യൂണിറ്റ് ബോൾ ഉണ്ട്. ഇത് ഏതിൻ്റെ സബ്സെറ്റാണ്? എക്സിൻ്റെ. ഓക്കെ, എസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ബോൾ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ എ ഓഫ് എസ് എന്താണ്? ബൗണ്ടഡ് ആയിരിക്കും. എ ഓഫ് എസ് എന്തായിരിക്കും? ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും ഇവിടെ ഇൻ വൈ. കാരണം ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് സെറ്റിൽ നിന്നും ബൗണ്ടഡ് സെറ്റിലേക്കായിരിക്കും ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ മാപ്പ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, അപ്പം
എ ഓഫ് എസ് എന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മൾ രണ്ട് കൺസെപ്റ്റ്സ് പറഞ്ഞു. അതായത് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത എന്താണ് നമ്മൾ കോമ്പാക്റ്റ് സെറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് സെറ്റ്. അപ്പം ഒരു സെറ്റിന് ഒരു കെ എന്ന് പറയുന്ന സബ്സെറ്റ് ഉണ്ട് എന്തിൻ്റെ, നോംഡ് സ്പേസ് എക്സ്. അതിനെ കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സീക്വൻസ് ഉണ്ട് കെയിലുള്ള, അതായത് സബ് സ്പേസിൽ അല്ലെങ്കിൽ സബ്സെറ്റിലെ. ഓക്കെ നോക്കണേ, എക്സിൻ്റെ സബ്സെറ്റാണ് കെ. ആ സബ്സെറ്റിലൊരു സീക്വൻസ് ഉണ്ട് എക്സിന് സച്ച് ദാറ്റ്, അത് മാത്രമല്ല പ്രത്യേകത, ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല എന്തായിരിക്കും, ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ഏതിൻ്റെ, എക്സെന്നിൻ്റെ ഒരു സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ആ സബ്സീക്വൻസ് കൺവേർജസ് ടു എങ്ങോട്ടായിരിക്കും, എക്സിലേക്ക്. എക്സ്എൻഐ കൺവേർജസ് ടു എക്സിലേക്ക്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റിനെ നമ്മൾ കോമ്പാക്റ്റ്, വേറൊരു ഡെഫിനേഷൻ, നമ്മൾ പല ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പാക്റ്റ് സെറ്റിന്. ഓപ്പൺ കവറിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതില്ലേ, സബ് കവർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കവർ വെച്ചിട്ട് പറയലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡെഫിനേഷനാണ് കെ എന്ന് പറയുന്നതിനെ നമ്മൾ കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എല്ലാ സീക്വൻസും കെയിലുള്ള ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ആ സബ് സീക്വൻസ് കെയിലുള്ള ഒരു ടേമിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ കെനെ എന്ത് പറയും, കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറയും. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കെ റിലേറ്റീവ്ലി കോമ്പാക്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ പ്രീ കോമ്പാക്റ്റ്. കൂടുതലും ഉപയോഗിക്കാറുള്ളത് പ്രീ കോമ്പാക്റ്റ് എന്നാണ് കേട്ടോ. കൂടുതലും നമ്മൾ ഉപയോഗിക്കാറുള്ളത് പ്രീ കോമ്പാക്റ്റ് എന്നാണ്. അപ്പം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് അല്ലെങ്കിൽ പ്രീ കോമ്പാക്റ്റ്, കൂടുതലും ഉപയോഗിക്കാറുള്ളത് പ്രീ കോമ്പാക്റ്റ് എന്നാണ് കേട്ടോ. അപ്പം എന്താണ് പ്രീ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്എന്നിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കോഷി സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ കോമ്പാക്റ്റ്. കോച്ചി സീക്വൻസ് എന്നറിയാലോ. അപ്പം നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ, കോച്ചി സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്നും എമ്മും എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്എൻ, ഇവിടെ NI MI എടുക്കാം. കാരണം സബ് സീക്വൻസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. XNI മൈനസ് XMI ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ MI, NI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ n അല്ലേ. ഈ കണ്ടീഷനെയാണ് നമ്മൾ കോച്ചി സീക്വൻസ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ സബ് സീക്വൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലെടുത്തത്. അപ്പം അല്ലെങ്കിൽ XNI ഇവിടെ NK, ഇവിടെ NI ആൻഡ് NK എന്നെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെന്നല്ലേ, NK എന്നെടുക്കാം. ഓക്കെ, അപ്പം ഫോർ ഓൾ NI, NK, NI, NK എന്നാക്കാം. ഓക്കെ, NK അങ്ങനെ എടുത്താലും മതി. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം എന്താണ്, അതായത് പ്രീ കോമ്പാക്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ആ സീക്വൻസിനൊക്കെ ഒരു കോച്ചി സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ കോമ്പാക്റ്റ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ കോമ്പാക്റ്റ് സെറ്റിന്. പ്രീ കോമ്പാക്റ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് കറസ്പോണ്ടിങ് ആയിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ്, ഇനി അടുത്ത ഒരു നോട്ടാണ്, ഇതൊരു നോട്ടാണ്. ഓക്കെ, എന്താ നോട്ട് നോക്കുക. എക്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണ്. എക്സ് കംപ്ലീറ്റ് സ്പേസ് ആണ്. അതുപോലെ തന്നെ കെ ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. അങ്ങനെയാണ് എങ്കിൽ ക്ലോഷർ ഓഫ് കെ, ദാറ്റ് ഈസ് കെ ക്ലോഷർ അല്ലേ, ഈസ് കോമ്പാക്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എക്സ് കംപ്ലീറ്റ് ആവുക, അതുപോലെ തന്നെ കെ റിലേറ്റീവ്ലി കോമ്പാക്റ്റും ആണ് എങ്കിൽ നിർബന്ധമായിട്ടും കെ ക്ലോഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കെ ക്ലോഷർ എന്താണ്, റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളാണ്. ഏത് ബൗണ്ടഡ് സെറ്റ് ഇൻ Rn എന്താണ്, റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ്. എനി ബൗണ്ടഡ് സെറ്റ് ഇൻ Rn. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തു ക്ലോസ്ഡ് AB.
ഇതൊക്കെ എന്താണ്? ഇതെന്താണ്? ക്ലോസ്ഡ് സെറ്റാണ്, കോമ്പാക്റ്റ് സെറ്റുമാണ്. ഓക്കെ, ക്ലോസ്ഡ് സെറ്റുമാണ്, കോമ്പാക്റ്റ് സെറ്റുമാണ്. ഇതെന്താണ്? റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് സെറ്റുമാണ്, കോമ്പാക്റ്റ് സെറ്റുമാണ്, അപ്പോൾ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ്. ഇനി എൻ്റെ ചോദ്യം, അപ്പോൾ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോച്ചി സീക്വൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി എൻ്റെ ചോദ്യം, അതായത് ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സബ് സീക്വൻസ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോമ്പാക്റ്റ് സെറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ കോമ്പാക്റ്റ് സെറ്റുകളെല്ലാം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണോ, അല്ലെങ്കിൽ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് സെറ്റെല്ലാം കോമ്പാക്റ്റ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം. റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു കോച്ചി സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ്. പക്ഷേ മറ്റേനെന്താണ്? ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതിന് സബായിരിക്കും എന്നുള്ളതാണ് അതായത് ഏതൊരു കോമ്പാക്റ്റ് സ്പേസും കോമ്പാക്റ്റ് സെറ്റ് എടുത്തിട്ടുണ്ട് എങ്കിലും റിലേറ്റീവ് ആണോ അല്ലെങ്കിൽ റിലേറ്റീവ് കോമ്പാക്റ്റ് ആവോ, അതല്ല ഏതൊരു റിലേറ്റീവ് കോമ്പാക്റ്റ് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കോമ്പാക്റ്റ് ആവോ, അതല്ലെങ്കിൽ കോമ്പാക്റ്റ് സെറ്റ് എടുത്താൽ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആവോ, ഏതാണ് ശരിയാവുക? ഇപ്പോൾ റിലേറ്റീവ്ലി കോമ്പാക്റ്റ് സെറ്റ് എടുത്തു എന്ന് വിചാരിക്കുക, കോമ്പാക്റ്റ് ആവുമോ എന്നുള്ള ഡെഫിനിഷൻ എന്താണ്? അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ അവിടെ കോച്ചി സീക്വൻസേ ഉള്ളൂ. പക്ഷേ വേറൊന്നും പറഞ്ഞിട്ടില്ല കൺവേർജൻറ്റ് സബ് സീക്വൻസ് വേണമെന്നില്ല. കാരണം എല്ലാ കൺവേർജൻറ്റ് സബ് സീക്വൻസും എന്താണ്? കോച്ചി സീക്വൻസ് ആണ്. പക്ഷേ എല്ലാ കോച്ചി സീക്വൻസ് എന്തല്ല? കൺവേർജൻറ്റ് സീക്വൻസ് അല്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? എല്ലാ റിലേറ്റീവ്ലി കോമ്പാക്റ്റുകളൊന്നും എന്തല്ല? കോമ്പാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കോമ്പാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നീഡ് നോട്ട് ബി നീഡ് നോട്ട് ബി കോമ്പാക്റ്റ്. ഓക്കെ, നീഡ് നോട്ട് ബി കോമ്പാക്റ്റ്. ഓക്കെ, എല്ലാ റിലേറ്റീവ് സെറ്റും ഇതായിക്കൊള്ളണമെന്നില്ല, റിലേറ്റീവ്ലി കോമ്പാക്റ്റും കോമ്പാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? കാരണം എല്ലാ കോച്ചി സീക്വൻസും കൺവേർട്ട് ചെയ്യൂല. പക്ഷേ എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും എന്താണ്? കോച്ചി സീക്വൻസ് ആണ്. അതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? നേരെ തിരിച്ചിട്ട് പറയാൻ പറ്റും, കോമ്പാക്റ്റ് ആണ് എങ്കിൽ ഇംപ്ലൈസ് എന്താണ്? റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. ഓക്കെ, റിലേറ്റീവ് കോമ്പാക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അടുത്തത് അസല-എസ്കോളി തിയറാണ്. വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ പ്രൂഫ് ഇല്ല, പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ട് പ്രൂഫ്. ഓക്കെ, അപ്പം ലെറ്റ് എം എന്ന് പറയുന്നത് സബ്സെറ്റാണ് അല്ലെങ്കിൽ സബ്സ്പേസ് ആണ്. സി സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എന്താണ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ സി എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതെന്താണ്? കംപ്ലീറ്റ് സ്പേസ് ആണ് അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? ഇത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ്. എം ഈസ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏതൊരു സീക്വൻസ്, ഒരു ഫംഗ്ഷൻ്റെ സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യല്ല, അതിനൊക്കെ എന്തുണ്ട്? ഒരു കോച്ചി സബ് സീക്വൻസ് ഉണ്ട് എന്ന് പറയാനാണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെയാണ് എങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എങ്കിൽ എം എന്താണ്? യൂണിഫോംലി ബൗണ്ടഡ്. യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ സെറ്റ് ഓഫ് സി എ ബിയിൽ എന്താണ്? ബൗണ്ടഡ് ആണ് എന്നും ബൗണ്ടഡ് സെറ്റ് ആണ് എന്നും. ഈക്വി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that modulus of t1 minus t2 less than delta implies modulus of f of t1 minus f of t2 less than epsilon for any f belongs to m. ഏതൊരു എഫിനും എന്തുണ്ട്? എഫ് ഓഫ് t1 മൈനസ് ഇതാണ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് വെച്ചാൽ എം റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, രണ്ട് കാര്യമാണ്. ഈ കണ്ടീഷൻ അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണെന്നും റിലേറ്റീവ് കോമ്പാക്റ്റ് ആണെന്നും പറയണം. അതാണ് നമ്മളുടെ തിയറം പറയുന്നത്. അപ്പോൾ പ്രൂഫ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. സി എന്താണ്?
സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻ എന്താണ്? കംപ്ലീറ്റ് ആണ് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്ത സംഭവമാണത്. ഓക്കെ, കംപ്ലീറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? സി, അതായത് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻ എന്താണ്? കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് എം എന്താണ്? സബ് സ്പേസ് ആണ് അല്ലെങ്കിൽ സബ്സെറ്റ് ആണ്. ഏതിൻ്റെ സബ്സെറ്റ് ആണ്? സീൻ്റെ അല്ലേ? സി ഓഫ് എ ബിയുടെ സബ് സ്പേസ് ആണ്. അതെന്താണ്? റിലേറ്റീവ്ലി കോമ്പാക്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിലൊരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്താണ്? ദെൻ എം ക്ലോഷർ അല്ലേ? എം ക്ലോഷർ എന്തായിരിക്കും? ഈസ് കോമ്പാക്റ്റ്. എം ക്ലോഷർ ഈസ് കോമ്പാക്റ്റ് അല്ലേ? ഈസ് കോമ്പാക്റ്റ്. എം ക്ലോഷർ ഈസ് കോമ്പാക്റ്റ്. അങ്ങനെ എം ക്ലോഷർ കോമ്പാക്റ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ക്ലോഷർ എന്താണ്? കോമ്പാക്റ്റ് ആണ് എന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എയ്ൻബോറൽ തിയറം എന്താ പറയുന്നത്? എയ്ൻബോറൽ തിയറം, അതായത് എം ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ ഒരു സെറ്റ് എക്സ് ഈസ് കോമ്പാക്റ്റ്, ഒരു സ്പേസ് ഈസ് കോമ്പാക്റ്റ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് അല്ലേ? അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ കൺസെപ്റ്റ്സ് പ്രകാരം എം ക്ലോഷർ എന്താണ്? കോമ്പാക്റ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? എം ക്ലോഷർ ഈസ് ബൗണ്ടഡ്. ഓക്കെ, ബൗണ്ടഡ് ഇൻ ഏതിലാ? സി എ ബി. ഓക്കെ, സി ക്ലോസ്ഡ് എ ബി. അങ്ങനെയാണ് എങ്കിൽ എം ക്ലോഷർ ഈസ് ബൗണ്ടഡ് ഇൻ സി ക്ലോസ്ഡ് എ ബിയിലാണ് എങ്കിൽ നമുക്ക് സുഖമാണ്. എന്ത് കിട്ടും കറസ്പോണ്ടിങ് ആയിട്ട്? നമുക്ക് വിച്ച് ഇംപ്ലൈസ്, ഇതിൽ നിന്ന് നമുക്ക് അടുത്ത കണ്ടീഷൻ പറയാൻ പറ്റും. എം എന്താണ്? അതായത് ഇതിൻ്റെ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഏതൊരു ഫങ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിലും നോം ഓഫ് അല്ലേ? നോം ഓഫ് എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി. സി ഈസ് എ കോൺസ്റ്റൻറ്റ് ഓർ സം കെ. ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സം കോൺസ്റ്റൻറ്റ് കെ. ഓക്കെ, കെ ഫോർ ഓൾ എഫ് ബിലോങ്സ് ടു വേർ? എം ക്ലോഷർ. എഫ് ബിലോങ്സ് ടു എം ക്ലോഷർ. അങ്ങനെയാണ് എങ്കിൽ വിച്ച് ഇംപ്ലൈസ് എം എന്താണ്? എഫ് ബിലോങ്സ് ടു എം ആണ് എങ്കിൽ അല്ലേ? വേറൊരു സംഭവം കൂടിയുണ്ട് ഇവിടെ തന്നെ. ഇഫ് എഫ് ബിലോങ്സ് ടു എം ആണ് എങ്കിൽ എന്തായിരിക്കും സംഭവം? ഇംപ്ലൈസ് നോം ഓഫ് എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. ഫോർ ഓൾ എന്തായിരിക്കും? എഫ് ബിലോങ്സ് ടു എം. എന്തിൻ്റെ സബ്സെറ്റ് ആണ് അല്ലെങ്കിൽ സബ് സ്പേസ് ആണ്? എം ക്ലോഷറിൻ്റെ സബ് സ്പേസ് ആണ് അല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ എന്താണ്? എം ഈസ് ബൗണ്ടഡ്. ഓക്കെ, എം ഈസ് ബൗണ്ടഡ്. എം ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. എം എന്താണെന്ന് കിട്ടി? ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. അങ്ങനെ എം ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിഫോംലി ബൗണ്ടഡ് അല്ലേ? എം ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂണിഫോംലി. ഓക്കെ, യൂണിഫോംലി ബൗണ്ടഡ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനുള്ളത് എന്താണ്? അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഇനി അടുത്തത് നമുക്ക് ഇതിൽ കുഞ്ഞാപ്പ് നോക്കുക, ജസ്റ്റ് നോക്കുക. അടുത്തത് എന്താണ്? ഈക്വി കണ്ടിന്യൂസ്. ഏതൊരു എപ്സിലോൺ എടുത്തിട്ടുണ്ടെങ്കിലും ഡെൽറ്റ പകരമായിട്ട് ഇവിടെ എന്താ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കുഞ്ഞാപ്പ് അല്ലേ? ഏതൊരു ഡിസ്റ്റൻസിലും എഫ് ഓഫ് T1 മൈനസ് എഫ് ഓഫ് T2 ഉണ്ട് എന്ന് പറയണം. അത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതാണ് അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എപ്സിലോൺ എടുക്കുക അല്ലേ? എടുക്കുക, അതായത് ഫോർ എനി എപ്സിലോൺ അല്ലേ? ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there are ഇവിടെ എന്തുണ്ട്? കുറച്ച്
ഇവിടെ കുറച്ച് ആളുകളുണ്ട്. ദർ ആർ സം ഫങ്ഷൻസ് f1, f2 etc. fn, capital N is a natural number, belongs to C closed AB such that M means subset of open ball of epsilon by 3 with center epsilon. ഇതിൻ്റെ മീനിങ് എന്താണ്? എപ്സിലോൺ ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ റേഡിയസ് എപ്സിലോൺ ബൈ 3 എഫ് ഓഫ് 1 സെൻറ്റർ യൂണിയൻ എക്സെട്രാ യൂണിയൻ ഓപ്പൺ ബോൾ അല്ലേ എപ്സിലോൺ ബൈ 3 റേഡിയസ് ആയിട്ടുള്ള വിത്ത് സെൻറ്റർ എഫ് എൻ ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെന്നുള്ള ഇതിലെടുക്കാം. കാരണം എന്തുകൊണ്ട് വെച്ചാൽ റിലേറ്റീവ്ലി കോമ്പാക്റ്റിൻ്റെ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണ് എങ്കിൽ കാരണം സി എന്താണ്? ബൗണ്ടഡ് ആണ്. സി ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അതുകൂടി ഇവിടെ പറയാൻ മറന്നു. അങ്ങനെയാണ് കോമ്പാക്റ്റ് ആയിരിക്കും സി എ ബി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇനി നമുക്ക് ഈച്ച് എഫ് ഐ എന്തായിരിക്കും? ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെയുള്ള എഫ് ഐസ് ഒക്കെ പ്രത്യേകത എന്താണ്? ഈച്ച് എഫ് ഐ ഒക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഫങ്ഷനാണ്. എന്തുകൊണ്ട്? സി എ ബിയിലാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, യൂണിഫോം കണ്ടിന്യൂസ് ആയിരിക്കുമോ? യൂണിഫോം കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ആയിരിക്കും. എന്തുകൊണ്ട്? റീസൺ ഒന്നുമില്ല. എന്താണ് ഇവിടെ ക്ലോസ്ഡ് എ ബി എന്ന് പറയുന്നത്? എന്താണ്? കോമ്പാക്റ്റ് ആണ്. ക്ലോസ്ഡ് എ ബി എന്തുകൊണ്ട്? സിൻസ് ക്ലോസ്ഡ് എ ബി ഈസ് കോമ്പാക്റ്റ് അല്ലേ? ക്ലോസ്ഡ് എ ബി എന്താണ്? കോമ്പാക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ഇവിടുത്തെ തിയറം എ ബിയിലാണോ പറഞ്ഞത്? എ ബി തന്നെയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ക്ലോസ്ഡ് എ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്, ദെർഫോർ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ എന്താണ്? അതുകൊണ്ട് എന്താണ്? ഈച്ച് എഫ് ഐസ് യൂണിഫോം കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് യൂണിഫോം കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് യൂണിഫോം കണ്ടിന്യൂസിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാണ്. എഫ് ഐ ഓഫ് T1 T1 ബിലോങ്സ് ടു T1 ആണ് കേട്ടോ, TI അല്ല. T1 മൈനസ് എഫ് ഐ ഓഫ് T2 T2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. For all T1, T2 belongs to closed AB whenever എന്തുകൂടി ഉണ്ട്? മോഡുലസ് ഓഫ് T1 മൈനസ് T2 ലെസ് ദാൻ ഡെൽറ്റ. പിന്നെ ഫോർ ഓൾ I1 less than or equal to I less than or equal to N. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സിൻസ് എന്താണ് പ്രത്യേകത? എം ഈസ് റിലേറ്റീവ് കോമ്പാക്റ്റ് എം ഈസ് റിലേറ്റീവ് കോമ്പാക്റ്റ് അങ്ങനെയാണ് എങ്കിൽ ഗിവൺ എഫ് ബിലോങ്സ് ടു എം എന്തായിരിക്കും? അതിന് പ്രത്യേകത ദർ ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. റിലേറ്റീവ് കോമ്പാക്റ്റിൻ്റെ ഡെഫിനിഷൻ. കാരണം എന്തുകൊണ്ട്? കോച്ചി സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോച്ചി സബ്സീക്വൻസിൻ്റെ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്. സച്ച് ദാറ്റ് നോം
എഫ് മൈനസ് എഫ് ജെ നോം എഫ് മൈനസ് എഫ് ജെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. ഓക്കെ, കോച്ചി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ T1 T2 എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്ത് ഈ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ചെയ്യാം കേട്ടോ, ഞാൻ അപ്പുറത്തെ സ്ഥലമില്ല. T1 അല്ലേ, ഇഫ് T1, T2 ബിലോങ്സ് ടു എ ക്ലോസ്ഡ് എ ബിയിൽ നിന്നും എടുത്തു. അങ്ങനെയാണ് എങ്കിൽ സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ മോഡുലസ് ഓഫ് T1 മൈനസ് T2 ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ദെൻ നോ മോഡുലസ് ഓഫ് എഫ് ഓഫ് T1 മൈനസ് എഫ് ഓഫ് T2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ, തരികിട അപ്ലൈ ചെയ്യാൻ പോവാണ്. വിച്ച് തരികിട ഇപ്പോൾ കാണാം. വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് T1 അങ്ങനെ തന്നെ കൊടുത്തു, എഫ് ഓഫ് T1 മൈനസ് എഫ് ജെ ഓഫ് T1. ഓക്കെ, പ്ലസ് ഇനി എന്ത് ചെയ്യണം? എഫ് ജെ ഓഫ് T1. അപ്പം ഇത് ക്യാൻസൽ ആയിപ്പോവും, 0. പിന്നെ മൈനസ് എഫ് ജെ ഓഫ് T2. നോക്കണേ, T2 കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ജെ ആണ് അല്ലേ, പ്ലസ് എഫ് ജെ ഓഫ് T2. അപ്പോൾ അതും ക്യാൻസലായിപ്പോവും, എഫ് ജെ ഓഫ് T2. ഇനി അടുത്തത് ആരാണ്? മൈനസ് ഇവിടെ ആരാണുള്ളത്? ഇയാൾ ആരാണ്? എഫ് ഓഫ് T2 മോഡുലസ് വിച്ച് ഈസ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് T1 മൈനസ് എഫ് ജെ ഓഫ് T1 അല്ലേ, പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എഫ് ജെ ഓഫ് T1 മൈനസ് എഫ് ജെ ഓഫ് T2. ഓക്കെ, പേജ് മാറിയോ? പേജ് മാറിയില്ലേ? ഓക്കെ, എഫ് ജെ ഓഫ് T2. ഓക്കെ, പിന്നെ അടുത്തത് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ജെ ഓഫ് T2 മൈനസ് എഫ് ഓഫ് T2. ഓക്കെ, ഇനി വിച്ച് ഈസ് ഇതിൽ എഫ് ഓഫ് T1 മൈനസ് എഫ് ജെ ഓഫ് T1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോം എഫ് മൈനസ് എഫ് ജെ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, കിട്ടിക്കഴിഞ്ഞു. ആൻസർ ഇതാ ആയിക്കഴിയാണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 3 പ്ലസ് അടുത്തത് എഫ് ജെ T1 എഫ് ജെ T2. ഇതും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് യൂണിഫോമിറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? എപ്സിലോൺ ബൈ 3 പ്ലസ് അടുത്തത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ജെൻ്റെ കൺസെപ്റ്റ്സ് ഉപയോഗിക്കുക, പിന്നീട് ഇതന്നെ ഉപയോഗിക്കാം. അപ്പോൾ എപ്സിലോൺ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 എപ്സിലോൺ ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ അല്ലേ. അപ്പം എന്ത് കിട്ടിക്കഴിഞ്ഞു? കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് T1 മൈനസ് എഫ് ഓഫ് T2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ വെൻ അവർ എപ്പോഴാണ് നോം ഓഫ് മോഡുലസ് ഓഫ് T1 മൈനസ് T2 ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, ഹെൻസ് ദി പ്രൂഫ്. ദെർഫോർ അതുകൊണ്ട് എന്താണ് എന്ന് കിട്ടി? കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയിൽ വേണ്ടത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇന്നത്തെ സ്പേസ് മാറിയത് കൊണ്ടാണ് ചെറിയൊരു
ഇതിൽ നിങ്ങൾക്ക് ചെറിയ വായിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇന്നത്തെ സ്ഥലമൊന്നും മാറിയിട്ടുണ്ട്, കോളേജിൽ നിന്നായതുകൊണ്ടാണ് അതിന് പറ്റിയൊരു സ്പേസ് നല്ലോണം കിട്ടിയില്ല. അപ്പോൾ അത് പ്രശ്നമല്ല, നമുക്ക് അത് അടുത്ത ഇതിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊന്ന് നല്ലോണം ചെയ്ത് പഠിക്കുക. ഓക്കെ, പ്രൂഫ് ചില സമയത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിലേറ്റീവായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഇതാ, അതായത് നമ്മളിപ്പം പ്രൂവ് ചെയ്തത് എന്താണ്, എം എന്താണ് റിലേറ്റീവ്ലി കോമ്പാക്റ്റ് ആണ് എങ്കിൽ യൂണിഫോംലി ബൗണ്ടഡ് ആണെന്നും ഈക്വി കണ്ടിന്യൂസ് ആണ് എന്നുമാണ് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ളത്, അതായത് എന്താണ്, യൂണിഫോംലി ബൗണ്ടഡും അതായത് ബൗണ്ടഡ് സെറ്റും, എം ബൗണ്ടഡ് സെറ്റും ആണ്, എം ഈക്വി കണ്ടിന്യൂസും ആണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ എം റിലേറ്റീവ്ലി, അതായത് ഏതൊരു സീക്വൻസിന് ഒരു കോച്ചി സീക്വൻസ് ഉണ്ട് അല്ലെങ്കിൽ കോച്ചി സബ് സീക്വൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കോച്ചി സബ് സീക്വൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ മതി. ആ ഡെഫിനിഷൻ്റെ കൺസെപ്റ്റ്സ് ഉപയോഗിച്ച് റിലേറ്റീവ്ലി കോമ്പാക്റ്റിലേക്ക് മെല്ലെ എത്തിക്കുക. ഒന്നെങ്കിൽ കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞാലും മതി. കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്താണ് റിലേറ്റീവ് കോമ്പാക്റ്റ് ആണ്, അതല്ല റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്നാണ് പ്രൂവ് ചെയ്തത്. കൂടുതലും റിലേറ്റീവ്ലി കോമ്പാക്റ്റ് എന്നുള്ള കൺസെപ്റ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഹോംവർക്കാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, അതെന്താണ്, ഹോംവർക്കാണ് കേട്ടോ. അത് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തന്ന് അടുത്തത് നമ്മൾ ഒരു റിമാർക്ക് അല്ലെങ്കിൽ ഒരു റിമാർക്ക് ആക്കണ്ട, ഇതൊരു റിസൾട്ട് ആക്കാം. ഓക്കെ, അടുത്ത ഒരു റിസൾട്ടാണ്. അടുത്ത റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സബ്സെറ്റ് ഓഫ് എ പ്രീ കോമ്പാക്റ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ്. സബ്സെറ്റ് ഓഫ് എ പ്രീ കോമ്പാക്റ്റ് ഈസ് പ്രീ കോമ്പാക്റ്റ്. അപ്പോൾ ലെറ്റ് പ്രൂഫാണ്. ലെറ്റ് എന്താണ് ഇപ്പം പ്രീ കോമ്പാക്റ്റ് ആക്കുക, ലെറ്റ് എം ആണ്, എം ഈസ് പ്രീ കോമ്പാക്റ്റ്. Suppose K is a subset of M. Now we want to prove that നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, K is pre-compact. K is pre-compact ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്കറിയാം എന്താണ്, ലെറ്റ് എക്സൻ ബി എ സീക്വൻസ് അല്ലേ, സീക്വൻസ് ഇൻ എവിടെ, ഇൻ കെ, ദെൻ എക്സൻ ബിലോങ്സ് ടു എവിടെ ഉണ്ടായിരിക്കും, ഈ എക്സൻ എവിടെ ഉണ്ടായിരിക്കും, എമ്മിൽ ഉണ്ടായിരിക്കും അല്ലേ. ബട്ട് M is pre-compact അല്ലേ, M is pre-compact which implies അല്ലേ, therefore there exists a subsequence അല്ലേ, subsequence definition പ്രകാരം Xni is Cauchy അല്ലേ, കോച്ചി സീക്വൻസ്. അങ്ങനെ കോച്ചി സീക്വൻസ് ആയി, അങ്ങനെയാണ് എങ്കിൽ കോച്ചി സീക്വൻസ് ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ therefore ഏതൊരു എക്സൻ എടുത്തിട്ടുണ്ട് എങ്കിലും കോച്ചി സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ therefore K is pre-compact set അല്ലേ, pre-compact set. ഓക്കെ, പ്രൂഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് രണ്ട് റിമാർക്കുകളാണ്. ആ റിമാർക്കുകൾ വേണമെങ്കിൽ പ്രൂഫും നമുക്ക് ചെയ്യാവുന്നതാണ്. റിമാർക്ക് 1, ഒന്നാമത്തെ റിമാർക്ക് എന്താ വെച്ചാൽ, ഏതൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ, വെരി ഇമ്പോർട്ടൻറ്റ്,
ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ് കേട്ടോ അടുത്തത്. ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ്. അങ്ങനെയാണ് എങ്കിൽ ഇമേജ് ഓഫ് എനി ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ്. ഇമേജ് ഓഫ് എനി ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ്. ഏതൊരു യൂണിറ്റ് ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ഓഫ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു എസ് ആണ് യൂണിറ്റ് ബോൾ എങ്കിൽ എ എസ് എന്താണ് പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഒരു പി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. പി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സബ്സെറ്റ് ഓഫ് എം സബ്സെറ്റ് ഓഫ് എ സ്പേസ് എക്സ് സബ്സെറ്റ് ആണ്. ഓക്കെ, സബ്സെറ്റ് ഓഫ് പി. പി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എനി ബോൾ. എനി ബോൾ എന്ന് പറയുമ്പം ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? സെറ്റ് ഓഫ് ഓൾ എക്സ്, സോറി മാറിപ്പോയില്ലേ, നോമാ ഞാൻ ആദ്യം എഴുതി. സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു സ്പേസ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എന്താണ് വരിക? എന്തായിരുന്നു? നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം റേഡിയസ് ആർ. ഈ മോഡൽ വിത്ത് ദി സെൻറ്റർ ഇല്ല എങ്കിൽ, വിത്ത് ദി സെൻറ്റർ 0 ആണെങ്കിൽ അല്ലേ, അതെടുക്കാം. ജനറൽ കേസ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് കേസ് ആയിക്കോട്ടെ. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോൾ എന്ന് പറയുന്നത്. ഈ ബോളാണ് എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. യൂണിറ്റ് ബോൾ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് യൂണിറ്റ് ബോൾ ഉണ്ടാക്കുക? സെറ്റ് ഓഫ് ഓൾ എക്സ് ബൈ നോം എക്സ് അല്ലേ ബിലോങ്സ് ടു where belongs to x such that norm x less than or equal to r അല്ലെ ലെസ് ദാൻ ആർ. ഓക്കെ ഇങ്ങനെയുള്ള എലമെൻറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് ദിസ് ഈസ് എ യൂണിറ്റ് ബോൾ. അങ്ങനെയാണെങ്കിൽ ഈ യൂണിറ്റ് ബോൾ എന്തായിരിക്കും? എല്ലാ യൂണിറ്റ് ബോളും ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ എന്താണ്? എ ഓഫ്, ഇതിന് ഞാൻ പി ഡാഷ് എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഓഫ് പി ഡാഷ് എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ്. എ ഓഫ് പി ഡാഷ് പ്രീ കോമ്പാക്റ്റ് ആണ് ഇൻ വൈ. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എ ഓഫ് പി ഡാഷ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്താണ്? ഒരു സ്കേലാറാണ് അല്ലേ ആണോ? സ്കേലാറാണ്. അപ്പോൾ ഈ സ്കേലാറിന് അങ്ങ് പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ എ ഓഫ് പി ഡാഷ് ഈസ് പ്രീ കോമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ സ്കേലാറിന് അങ്ങ് പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്? കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരുന്നത്? ഇത് സ്കേലാറാണ്. ഈ കുഞ്ഞാപ്പൂനെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക്, അതായത് ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ, എക്സ് എന്നിലെ സീക്വൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ എക്സ് എന്ന് പറയുന്നൊരു ഇതിലത്തെ സീക്വൻസ് എങ്ങനെ ഉണ്ടാകുക? എക്സ് എൻ ബൈ നോം എക്സ് എന്ന് പറയുന്ന മോഡലിലുള്ള സീക്വൻസ് ആണ് ഇതിലുണ്ടാകുക അല്ലേ. ഈ നോം എക്സ് എന്നിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് അല്ലേ കറസ്പോണ്ടിങ് ആയിട്ട് ആ രീതിയിലും പറയണമെന്നില്ല, ഇത് മാത്രം പറഞ്ഞാൽ മതി. ഈ സെറ്റ് എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ് എങ്കിൽ എ ഓഫ് പി എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ്. ഓക്കെ, ഈ രീതിയിലും പറയാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് അതായത് ഒരു കോമ്പാക്റ്റ് ആണ് എങ്കിൽ ഒരു സെറ്റ് ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണ് എങ്കിൽ എന്താണ്? ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ ഈസ് പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. സിമ്പിൾ. അത് നമ്മൾ എന്താ ചെയ്യാം? ഡെഫിനീഷൻ അപ്ലൈ ചെയ്യാം. കോമ്പാക്റ്റിൻ്റെ ഡെഫിനീഷൻ അല്ലേ, ഓപ്പറേറ്റർ ഈസ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താന്ന് ഡെഫിനീഷൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് എങ്കിൽ നേരിട്ട് തന്നെ എന്താണ്? യൂണിറ്റ് ഇമേജിൻ്റെ കൺസെപ്റ്റ്സ് എന്ത് ചെയ്യും? പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് കിട്ടും. അപ്പോൾ ഏതൊരു സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും പ്രീ കോമ്പാക്റ്റ് ആണ് എന്നും കിട്ടും. അതുപോലെ തന്നെ നേരെ തിരിച്ച് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ് എന്ന് പറയാം. മറ്റൊന്ന് പറയാനുള്ളത് നേരെ തിരിഞ്ഞിട്ട് ഇമേജ് ഓഫ് യൂണിറ്റ് ബോൾ എന്താണ്? പ്രീ കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റർ ബൗണ്ടഡ് ഓപ്പറേറ്ററും ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നേരെ ഡെഫിനിഷൻ തിരിഞ്ഞിട്ടും എടുത്തിട്ട് ഒരു സീക്വൻസ് എടുത്ത് കൺവേർജ് ആണോ ഇല്ലേ എന്നുള്ള കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഓക്കെ, താങ്ക് യു. വേറെ പറയാനുള്ളത് നമ്മൾ ഇത് ഏകദേശം നമ്മൾ വെക്കേഷനോട് കൂടിയിട്ട് നമ്മൾ ഇത് തീരും. 4th സെം സ്റ്റാർട്ട് അടുത്ത വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും 4th സെം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ.